പരിശുദ്ധ ഭാവാതിരുമേനി, അഭിവന്ദ്യരായ പിതാക്കന്മാരെ, സഹോദര വൈദികരെ, ഈ പെരുന്നാളിൽ കടന്നുപോയ പരിശുദ്ധ പിതാക്കന്മാരുടെ അനുസ്മരണം അതിൽ പങ്കുചേരുന്നതിനായി വന്നുചേർന്നിരിക്കുന്ന ഏവരും, ഒരു വ്യക്തിയുടെ ചരിത്രം, ജീവചരിതം ഒരു ദേശത്തിൻ്റെ തന്നെ ചരിത്രമായി മാറുക എന്നത് അസാധാരണമായ ഒരു പ്രതിഭാസമാണ്. ഏതാനും ചിലരെ പറ്റി നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇന്ന് പ്രധാനമായി അനുസ്മരിക്കുന്ന വാകത്താനം ബാവ എന്നും വള്ളിക്കാട് ബാവ എന്നുമൊക്കെ അറിയപ്പെട്ടിരുന്ന ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ, മലങ്കരയിലെ രണ്ടാമത്തെ കാതോലിക്ക, അദ്ദേഹം കടന്നുപോയിട്ട് 85 വർഷം തികയും. 58 വർഷം മാത്രമേ അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ. അതോട് ചേർന്ന് ഇവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔഗേൻ മാർ ദീവന്നാസ്യോസ് പിതാവിൻ്റെയും ചരമ അനുസ്മരണം നമ്മൾ നിർവഹിക്കുകയാണ്. യോഹന്നാൻ സ്നാപകനെ പറ്റി, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നുവെന്നും ആ വെളിച്ചത്തിൽ അല്പകാലം നടക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചുവെന്നും യേശു ക്രിസ്തു തൻ്റെ മുന്നോടിയായ യോഹന്നാനെ പറ്റി വളരെ ഹൃദയം നിറഞ്ഞ് ആഹ്ലാദകരമായി സാക്ഷ്യം നൽകി. അല്പകാലത്തേക്ക് ആ പ്രകാശത്തിൽ നടക്കുവാൻ എന്നത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ സാർത്ഥകമായിരിക്കുകയാണ്. ഒരു മിന്നൽ പോലെ, എന്നാൽ ഒരു പുരുഷായുസ്സിൽ ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളെല്ലാം ഒരു ഹ്രസ്വകാലത്തിനിടയിലത്തേക്ക് കുത്തിത്തിരുകി തലമുറകളോളം അത് ഓർക്കത്തക്കവണ്ണം പ്രവർത്തന നിരതരായിരുന്ന യുദ്ധരംഗത്ത് നിന്ന് വീരചരമം പ്രാപിക്കുന്നവരുടെ ചരിത്രം പോലെ പ്രവർത്തന രംഗത്ത് വച്ച് തന്നെ പൊടുന്നനവെ നഭോമണ്ഡലത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ മധ്യാഹ്നത്തിൽ അസ്തമിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന 2 പിതാക്കന്മാരെയും പറ്റിയും അങ്ങനെയൊക്കെ പറയേണ്ടി വരും. വളരെ പൊടുന്നനവയായിരുന്നു 2 പേരുടെയും അവസാനം ഭൗതികമായ. ഗീവർഗീസ് പ്രഥമൻ ബാവ അദ്ദേഹത്തിൻ്റെ 58-ാം വയസ്സിലാണ് കടന്നുപോയതെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രവും പ്രത്യേകാൽ ഡയറിയും അദ്ദേഹം തന്നെ പ്രസിദ്ധീകരിച്ച നളാഗമം എഴുതി വച്ചത്. അതിൽ പലയിടത്തും അദ്ദേഹത്തിൻ്റെ ദീനത്തെ പറ്റിയുള്ള പരാമർശനങ്ങൾ, ദീർഘനാൾ അദ്ദേഹത്തെ പിന്തുടരുന്ന ഉദരരോഗം അതിനിടയ്ക്കിടെ ചികിത്സിക്കുന്നതായും വൈദ്യന്മാരെ കാണുന്നതായുള്ള പരാമർശനങ്ങൾ ഒട്ടനവധി കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സമകാലീനെന്ന് പറയണം പരിശുദ്ധ പരിമല പുണ്യവാളനും പരിശുദ്ധ വട്ടശ്ശേരിൽ പിതാവിനും ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ദീനം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നവരെല്ലാം. ദീനം വന്ന് കിടപ്പിലാകുന്നതിനെക്കുറിച്ച്, മരണവക്രത്തിൽ വരെ എത്തുന്നതിനെക്കുറിച്ചുള്ള പരാമർശനങ്ങൾ കാണുന്നുണ്ട്. പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ചരിത്രത്തിലും അങ്ങനെ കാണുന്നുണ്ട്. പരിമല തിരുമേനിയുടെ ബാല്യകാലത്തിലും അങ്ങനെ തന്നെ കാണുന്നുണ്ട്.
പ്രാതസ്മരണീയനായ ഗീവർഗീസ് പ്രഥമൻ ബായവയെ പറ്റി എന്തെങ്കിലും പറയുന്നതിനൊരു മുഖവുര പരിശുദ്ധനായ പരുമല തിരുമേനി 1897 വാകത്താനം പള്ളിക്കയച്ച കൽപ്പനയിൽ നിന്ന് ഗീവർഗീസ് റമ്പാൻ നിങ്ങളുടെ ഈ പള്ളിയിൽ താമസിക്കുന്നത് കൊണ്ട് ആത്മസംബന്ധമായും പള്ളി സംബന്ധമായുമുള്ള എല്ലാ കാര്യങ്ങളും വെടിപ്പായും യോഗ്യമായും നിങ്ങൾ നടന്നു കാണുവാൻ എന്ന് പറഞ്ഞൊരു വാചകം കാണുന്നുണ്ട്. പല പള്ളിയിലും ഉണ്ടായിരുന്നത് പോലെ വാകത്താനം പള്ളിയിലും ചില അസമാധാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. വാകത്താനം പള്ളിക്കാർ വല്ലതും കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അത്തരമൊരു സന്ദർഭത്തിൽ അതിൻ്റെ ശമനത്തിനായി ഈ കാരുചിറ ഗീവർഗീസ് റമ്പാനെ അയച്ചു. അദ്ദേഹം അവിടെ പോയി താമസിച്ചു. അങ്ങനെ അയക്കുന്നതിൻ്റെ കൂടെ കൊടുത്തയച്ച കൽപ്പനയാണ് ഞാൻ ഇതിനകത്തു നിന്നാണ് പറഞ്ഞത്. ഗീവർഗീസ് റമ്പാൻ നിങ്ങളോടുകൂടെ ആ പള്ളിയിൽ താമസിക്കുന്നത് കൊണ്ട് ആത്മസംബന്ധമായും പള്ളി സംബന്ധമായുള്ള എല്ലാ കാര്യങ്ങളും വെടിപ്പായും യോഗ്യമായും നിങ്ങൾ നടന്നുകൊള്ളും. ഇതൊരു വലിയ ആത്മവിശ്വാസമാണ് പറഞ്ഞയച്ച ആളിൻ്റെ. അയക്കപ്പെട്ട ആളിനെക്കുറിച്ചുള്ള മനസ്സ് നിറഞ്ഞു വരുന്ന ഹൃദയം കൊണ്ടുള്ള സമ്മതം അത് മുഴുവൻ പ്രതിഫലിക്കുന്നതാണ് ഈ ഒരു വാക്യം. അത്യധിക ദീർഘമല്ലാത്ത അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ ഷമ്മാശനായിരിക്കുമ്പോഴും കശീശായി അധിക നാൾ ഈ ദിവസം ഇരുന്നില്ലല്ലോ. റമ്പാനായും പിന്നീട് ഫീലക്സീനോസ് മെത്രാപ്പോലീത്തായും അത് കഴിഞ്ഞ് 3 വർഷത്തിൽ താഴെ പൗരസ്ത്യ കാതോലിക്കായും ഇരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ തെളിയുന്ന ചിത്രം പഠിച്ചാൽ ഒരു ദിവസം പോലും അദ്ദേഹത്തിന് വിശ്രമിക്കാൻ കിട്ടിയില്ലെന്ന് വേണം കരുതാൻ. തെക്കും വടക്കുമുള്ള പള്ളികൾ, സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് അവയുടെ ആവശ്യങ്ങൾക്കായി അയക്കപ്പെടുന്ന ഒരു ഗീവർഗീസ് റമ്പാന് ഇന്ന് പോലും അങ്ങനെ ആരും ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ പോലുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും ലഭ്യമല്ലാതിരുന്ന കാലത്ത്, യാത്ര അധികവും ജലമാർഗമായിരുന്ന കാലത്ത് അദ്ദേഹം ഇങ്ങനെ തെക്കും വടക്കും ഓടി നടന്ന ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം സർവസമ്മതനായിരുന്നു. തെക്കോട്ട് പോയാലും വടക്കോട്ട് പോയാലും. പരിശുദ്ധ പരുമല പുണ്യവാളൻ കുളന്തുരുത്തിയിൽ ജനിക്കുകയും വെട്ടിക്കൽ ഡയറായിൽ തപസ് ചെയ്യുകയും പരുമല വന്ന് താമസിച്ച് അദ്ദേഹത്തിൻ്റെ ദിവ്യപ്രഭ മുഴുവൻ വെളിവാക്കുകയും ചെയ്തതിനെപ്പറ്റി വടക്കിനെയും തെക്കിനെയും തമ്മിൽ ബന്ധിച്ച് ഒന്നാക്കിയ ആളാണെന്ന്, അങ്ങനെ ഒരു വേർതിരിവ് ആവശ്യമില്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും അദ്ദേഹം കാണിച്ചു തന്നുവെങ്കിൽ അതിൻ്റെ ഒരു പതിപ്പ് ഈ കാരുചിറ ഗീവർഗീസ് റമ്പാനിൽ ഫീലക്സീനോസ് മെത്രാപ്പോലീത്തായിൽ തുടർന്ന് കാതോലിക്കായിൽ കാണുന്നുണ്ട്. പൗരസ്ത്യ സന്യാസ പാരമ്പര്യത്തിൽ അവിടെയാണല്ലോ സന്യാസത്വം തുടങ്ങുക. അതിൻ്റെ 2-3 പ്രധാന രൂപങ്ങളുണ്ട്. അത് പഠിക്കുന്നവർക്ക് കാണാം. പ്രധാനമായി 2-3 കേന്ദ്രങ്ങളിലാണ് ഈ സന്യാസികൾ പ്രത്യക്ഷപ്പെട്ടത്. ആദ്യമായി പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ കണ്ടു തുടങ്ങിയത്. അങ്ങനെ കണ്ടു തുടങ്ങിയതിൽ ഈജിപ്റ്റ് ഒരു പ്രധാന കേന്ദ്രമാണ്, സിറിയ മറ്റൊരു കേന്ദ്രമാണ്, ലെബനോൻ വേറൊരു കേന്ദ്രമാണ്. ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിൽ, അതായത് അന്തോനിയോസ്, പക്കോമിയോസ് തുടങ്ങിയവരുടെ മാർഗവും വഴിയും എന്ന് പറയാമെങ്കിൽ അതിൽ ഒരുമാതിരി മോഡറേറ്റ് ആയിരുന്നു അവരുടെ ശൈലി. എന്നാൽ സിറിയൻ പാരമ്പര്യത്തിൽ വന്നാൽ ഭയങ്കര എക്സ്ട്രീമാണ് പലതും. ഇതൊരു വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യത്യാസമാണ്.
സിറിയൻ പാരമ്പര്യത്തിൽ ശരീരത്തെ ഈ മനസ്സിനെയും പീഡിപ്പിക്കുന്നവർ, ചങ്ങല കൊണ്ട് ശരീരം ബന്ധിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവർ, ആണി കൊണ്ട് ഉടുപ്പുണ്ടാക്കി ഉള്ളിലാക്കി അതിൻ്റെ പുറത്ത് ഈ കുപ്പായം ഇടുന്നവർ, തൂണുണ്ടാക്കി അതിന്മേൽ തപസ് ചെയ്യുന്ന തൂൺ താപസികൾ, ഇങ്ങനെ ലിവിങ്ങിൻ്റെ എക്സ്ട്രിമിറ്റി ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയാവുന്ന അങ്ങേയറ്റം വരെ പോകുന്ന ഒരു രീതി സിറിയൻ പാരമ്പര്യത്തിൽ കാണുന്നു. അത് ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിലില്ല. അന്തോനിയോസിൻ്റെ പിൻഗാമികൾ, പ്രത്യേകിച്ച് വിശുദ്ധ ബാസേലിയോസ്, അദ്ദേഹം പറഞ്ഞു കൊടുക്കുമായിരുന്നു, എക്സ്ട്രീം വരെ പോകരുത്, മോഡറേറ്റായിട്ട് ജീവിച്ചു കൊള്ളണം. പ്രായോഗിക ബുദ്ധിയിലാകാം അങ്ങനെ പറഞ്ഞത്. എന്നാൽ നമ്മുടെ ഈ ഭാരതീയ സഭയുടെ പാരമ്പര്യത്തിൽ ദീർഘമായ ഇത്തരം സന്യാസ പാരമ്പര്യമൊന്നും അവകാശപ്പെടാൻ നമുക്കില്ല. ലഭ്യമായ രേഖകളനുസരിച്ച് ഇഹീദായക്കാർ എന്ന് പറയുന്ന ഏകാന്തവാസികൾ ഉണ്ടായിരുന്നു. ഒരു സംഘ ആയി പിന്നെ വളരെ പിന്നീടാണ് രൂപപ്പെട്ട് കാണുന്നത്. അതിന് പ്രധാന ദുഃഖാനം പിടിച്ചത് പുലിക്കോട്ടിൽ ജോസഫ് ദീവന്നാസിയോസ് പിതാവാണ്. അവരുടെ കാലത്തും ഈ കേരളത്തിലും ഭാരതത്തിലും വിശേഷാൽ തെന്നിന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ഹിന്ദു, ബുദ്ധ, ജൈന സന്യാസ പാരമ്പര്യങ്ങൾ ശക്തമായി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ് കാണണം ഈ പിതാക്കന്മാർ എന്നാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് ഒരേ സമയത്ത് തന്നെ ഇവർ വളരെ കർശനമായ സന്യാസ അച്ചടക്കം പാലിക്കുമ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ജനപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ കൂടെ ആയിരുന്നു. ഇത് രണ്ടും കൂടെ സമന്വയിക്കുമോ എന്നുള്ള സംശയം എല്ലാ കാലത്തും ഉണ്ടായിരിക്കുകയും ചെയ്യും. അതൊരു സാഹസമാണോ എന്നെനിക്കറിയില്ല. എങ്കിലും ഈ രണ്ട് രൂപങ്ങളെയും കൂടെ ഒരു സമന്വയം പ്രത്യേകാൽ ഈ ഭാരതത്തിലെ ഉണ്ടായിരുന്ന നമ്മൾ അനുസ്മരിക്കുന്ന സന്യാസ പിതാക്കളിൽ കാണുന്നുണ്ട്. ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന പരിവ്രാജകർ ആയ സന്യാസിമാർ, എപ്പോഴും ജനങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നവർ, അവരുടെ സന്തോഷ ദുഃഖങ്ങളിൽ പങ്കെടുക്കുന്നവർ, അവരുടെ വേദനകളിൽ അവരോടൊപ്പം വേദന ഒപ്പിയെടുക്കാൻ പോകുന്നവർ, അതേസമയം നിഷ്ഠയിൽ ഒരര ഇഞ്ച് പോലും മാറുകയുമില്ല. ഇത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ കബറടങ്ങിയിരിക്കുന്ന ഗീവർഗീസ് പ്രഥമൻ ബാവ എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം ജനിക്കുന്ന കാലത്ത്, പ്രവർത്തിച്ചു തുടങ്ങിയ കാലത്ത് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ, സഭാ സാഹചര്യങ്ങൾ വളരെ കലുഷിതമായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ പോലെയല്ല, ഇന്നത്തേതുമായിട്ട് വലിയ സാമ്യമൊന്നുമില്ല. അതിൽ പല ബാഹ്യ ആന്തര സ്വാധീനങ്ങൾ ഇങ്ങനെ കെട്ടഴിഞ്ഞ് നടക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ഇംഗ്ലീഷുകാരുടെ വരവോടുകൂടി നവീകരണം വളരെ ശക്തമാവുകയും പിന്നെ അതിനെ പിടിച്ച് ബന്ധിക്കാൻ പോയപ്പോഴത്തേക്ക് വേറെ ചിലതൊക്കെ അതിൽ നിന്ന് ജനിച്ചു വളരുകയും ഒക്കെ ചെയ്ത വല്ലാത്ത ഒരു അന്തരീക്ഷം. ഒതുക്കാൻ ശ്രമിച്ചത് ഒരു പരിധി വരെ ഒതുങ്ങി, അതിൽ നിന്ന് പലതും ചെതറി വളർന്നു വന്നു. അതേ സമയത്ത് തന്നെ ആ കാരണം കൊണ്ടും മറ്റു ചില കാരണങ്ങൾ കൊണ്ടും സിറിയൻ ആധിപത്യം ഇവിടെ സ്ഥാപിക്കുവാൻ എങ്ങനെയോ ഒക്കെ ഇടയാക്കി എന്നൊക്കെ പറയുന്നതായിരിക്കും ശരി. ആ മേൽക്കോയ്മ അന്ന് തൊട്ട് ഇങ്ങനെ നിലനിർത്താനും അതിനെ എതിർക്കാനും ഒക്കെ ആളുണ്ടായിരുന്നു. അതിനിടെയാണ് ഇടിവാൾ പോലെ പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ നിരോധനം, അദ്ദേഹത്തിൻ്റെ ഉള്ള മുടക്ക്, അതുണ്ടാക്കിയ അസ്വസ്ഥതകൾ, അതൊരു വഴിക്ക്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ അനിവാര്യത പരക്കെ ബോധ്യം വരുന്ന ഒരു സാഹചര്യം, സാമൂഹ്യ സാഹചര്യം. മനുഷ്യർ ഇവിടെ ഉള്ളവർ അന്നവർക്ക് ബോധ്യം വരികയാണ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടെ ലഭിച്ചെങ്കിലേ തല ഉയർത്തി നടക്കാനാവൂ, അന്തസ്സായി ജീവിക്കാനാവൂ എന്നൊരു ചിന്ത. അത് പങ്കിട്ടവരിൽ നസ്രാണികളും ഉണ്ടല്ലോ, തീർച്ചയായും ഉണ്ടായിരിക്കണം.
1912 കാതോലിക്ക സ്ഥാപനം നിലയിൽ വരികയും ചെയ്തു. ഇത്രയൊക്കെയുള്ള ഒരു അതിൻ്റെ കൂടെ ഈ ഓൾഡ് കാത്തലിക്സ് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഫാദർ അൽവാറീസ് ആദിയായവർ ഇങ്ങോട്ട് വന്ന ആ ഒരു അന്തരീക്ഷം, ഇതെല്ലാം കൂടെ ഉള്ള പശ്ചാത്തലത്തിൽ വേണം ഈ പിതാവിനെ നമ്മൾ കാണാനും വിലയിരുത്താൻ. അതുകൊണ്ട് ബഹുമുഖമായ പ്രശ്നങ്ങളും അതിനു മുമ്പിൽ ബഹുമുഖ പ്രതിഭയായ മറ്റൊരാൾ. ഈ പിതാവ് നമ്മൾ അറിയുന്നതിനേക്കാൾ വളരെയധികം കാര്യശേഷിയും ഭാവനാശേഷിയും കലാവൈഭവവും ഒക്കെ നിറഞ്ഞു നിന്നവരാണ്. ഇതെല്ലാം കൂടെ പ്രകടമാക്കാൻ സാധിച്ചോ എന്നെനിക്ക് നിശ്ചയമില്ല. അങ്ങനെ പലർക്കും പറ്റി പോയിട്ടുമുണ്ട്. അവരുടെ അന്തർലീനമായിരിക്കുന്ന പല പ്രതിഭകളും പ്രകടിപ്പിക്കാൻ കഴിയാതെ വേറെ ചിലതിൻ്റെയൊക്കെ പുറകെ അക്ഷീണം നടക്കേണ്ടി വന്നതുകൊണ്ട് അതൊക്കെ ഒതുങ്ങിപ്പോയ കഥകൾ ഒന്നിലധികം നമ്മുടെ സഭാചരിത്രത്തിലുണ്ട്. ഈ പിതാവ് പ്രത്യേകാൽ കാതോലിക്കേറ്റിൻ്റെയും ഇന്ത്യൻ ഭാരതസഭയുടെയും വ്യക്തിത്വം നിലനിർത്താനുള്ള ശ്രമങ്ങളുടെ നടുവിലാണ് അദ്ദേഹവും വന്ന് പെട്ടത്. അത് ചരിത്രപരമായി അങ്ങനെയാണ് സംഭവിച്ചത്. ഈ സമയം ദേശീയ രംഗത്ത്, ഭാരത രംഗത്ത് സ്വാതന്ത്ര്യ സമര നേതാക്കൾക്കും അത് ആഗ്രഹിച്ചവർക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് ഞാൻ പറഞ്ഞില്ല, അത് വളരെയധികം പ്രേരണ കൊടുത്തിട്ടുണ്ടവർ. ബ്രിട്ടീഷുകാരിൽ നിന്ന് ലഭിച്ച പ്രചോദനം, അവരുടെ ചിന്തകളിൽ ലഭിച്ച പ്രചോദനം അവർക്കെതിരെ തന്നെ പ്രയോഗിക്കാനുള്ളൊരു സാഹചര്യമുണ്ടായി. മഹാത്മജി ഉൾപ്പെടെയുള്ളവർക്ക് ഇത് തന്നെ സഭയിലേക്കും ഉണ്ടായി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ഇംഗ്ലീഷ് സ്കൂളുകൾ ആരംഭിക്കുകയും ഈ പിതാവ് തനിയെ ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്തു. സെമിനാരിയിൽ പോയി തുടങ്ങി, പിന്നീട് സുഖമില്ലാതെ തിരിച്ചു വന്ന് ഇംഗ്ലീഷ് പഠിച്ചത്. സെമിനാരി പിന്നെ തുടരുന്നതിനിടയ്ക്ക് ഇംഗ്ലീഷ് പഠിച്ച ആളാണ് പ്രത്യേകം. ഒരു പക്ഷേ നമുക്കറിയത്തില്ലായിരിക്കാം, ഈ പിതാക്കന്മാർ പലരും നല്ല ഭംഗിയായിട്ട് ഇംഗ്ലീഷ് എഴുതുകയും അത്യാവശ്യം പറയുകയും ചെയ്യുമായിരുന്നു. വട്ടശ്ശേരിത്തിന് വേണ്ടി അങ്ങനെ തന്നെ നല്ല വടിവത്തെ അക്ഷരത്തിൽ ഇംഗ്ലീഷ് എഴുതുമായിരുന്നു. നമ്മൾക്ക് എഴുതുന്നതിനേക്കാൾ 1000 മടങ്ങ് സുന്ദരമായ അക്ഷരങ്ങളിൽ അദ്ദേഹം എഴുതുമായിരുന്നു. ഈ പിതാവ് അങ്ങനെ തന്നെ നന്നായി ഇംഗ്ലീഷ് പഠിച്ച് കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അതും അദ്ദേഹത്തിൻ്റെ സഭാ നേതൃത്വ രംഗത്ത് പ്രയോജനപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം ഭാഗത്ത് പുലിക്കോട്ടിൽ തിരുമേനിയുടെ, വലിയ തിരുമേനിയുടെ പ്രഭാവകാലമാണ്. അദ്ദേഹം നവീകരണക്കാർക്കെതിരായി നടത്തിയ വലിയ സമരങ്ങളെന്ന് പറയാം. ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ, സഭയ്ക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗപൂർണമായ സേവനങ്ങൾ ഫലം കണ്ടു യേശുവിൻ്റെ വിധിയോടുകൂടി. നേതൃസ്ഥാനങ്ങളിൽ ജോസഫ് മാർ ദിവനാസ്യോസ്, പുലിക്കോട്ടിൽ തിരുമേനി, പരുമല തിരുമേനി, വാട്ടശ്ശേരിൽ തിരുമേനി, മറുഭാഗത്ത് കടവിൽ തിരുമേനി, ഇതെല്ലാം വലിയ മഹാരഥന്മാരായിരുന്നു അവരെല്ലാം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ് ഈ പിതാവിൻ്റെ ഭരണവും സഭാ നേതൃത്വവും ആരംഭിക്കുന്നത്. ഇവരെല്ലാം അസാധാരണരായ നേതാക്കളായിരുന്നു. ഞാൻ ഈ പേര് പറഞ്ഞവരെല്ലാവരും തന്നെ. പല രാജ്യങ്ങളുടെയും ചരിത്രത്തിൽ അതാത് കാലഘട്ടത്തിന് യോജിക്കുന്ന നേതാക്കന്മാർ എഴുന്നേൽക്കും. ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ യുദ്ധകാലത്തേക്ക് ഒരു പ്രധാനമന്ത്രി, യുദ്ധം കഴിഞ്ഞ് അങ്ങനെ എടുത്ത് കളയിച്ച് വേറൊരാളിനെ വെക്കും സമാധാന കാലത്തെ. അത് ഒരു വശത്ത്. എവറി കൺട്രി ഗെറ്റ്സ് ദ കിങ് ഇറ്റ് ഡിസേർവ്സ് എന്നൊരു പഴമൊഴിയുണ്ട്. അത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഒക്കെ എടുക്കാം. ഓരോ കാലഘട്ടത്തിലും അതത് സമയത്തേക്ക് യോജിക്കുന്ന നേതാക്കളെ ദൈവം നൽകും. അതാണ് ഈ സഭയുടെയും ചരിത്രം. ഈ പേര് പ്രതിപാദിക്കപ്പെട്ട എല്ലാവരും തന്നെ ആത്മീക രംഗത്തും ഭരണരംഗത്തും വളരെ ഉത്തുംഗരായ ഉന്നത ശീർഷരായ ആളുകൾ തന്നെയായിരുന്നു. വാകത്താനം ബാവായ്ക്ക് ഈ പറഞ്ഞവരോടുള്ള ബന്ധം, പുലിക്കോട്ടിൽ തിരുമേനിയെ അദ്ദേഹം വളരെ ആദരിച്ച് സ്വന്തം പിതാവിനെ പോലെ, അത്താനാസ്യോസ് കടവിൽ തിരുമേനിയോടും അങ്ങനെ തന്നെ വലിയ ഗുരുത്വം ഉള്ള ആൾ, ഗുരുങ്ങളോടുള്ള ബഹുമാനം ഉണ്ടായിരുന്നു ഇവർക്കെല്ലാവർക്കും തന്നെ. അതിൻ്റെ ഫലം അതിശ്രേഷ്ഠവുമായിരുന്നു. ഇത്രയും വലിയ ലൂമിനറീസ് എന്ന് പറയാവുന്നവരോടുള്ള
ഏറ്റവും അടുത്ത ഹൃദയബന്ധം സ്ഥാപിക്കാനായതുകൊണ്ട് അതിൻ്റെ എല്ലാം പ്രതിഫലനം ഇദ്ദേഹത്തിൽ കാണുന്നുണ്ട്. ഏലിയാവിൻ്റെ ഇരട്ടി ആത്മാവ് ഏലീശായ്ക്ക് എന്ന് പറഞ്ഞതുപോലെ തന്നെ. ചിലരൊക്കെ ഇവിടെ ഇരിക്കുന്നവർ ഓർക്കുന്നുണ്ടാവാം, മാത്യൂസ് പ്രഥമൻ ബാവായുടെ സ്ഥാനാഭിഷേകം പഴയ സെമിനാരിയുടെ തെക്കേ മുറ്റത്ത് നടക്കുമ്പോൾ സ്ഥാനാഭിഷേകം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന ഇത് തന്നെയാണ്, ഏലിയാവിൻ്റെ ഇരട്ടി ശക്തി എലീശായ്ക്ക് കിട്ടിയതുപോലെ അങ്ങനെ എൻ്റെ പ്രാർത്ഥനയെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഒരു വിശ്വാസം എല്ലാ തലമുറയിലും ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾ ഈ ഗീവർഗീസ് പ്രഥമൻ ബാവായുടെ ഡയറിയുടെ പാരായണത്തിൽ നിന്ന് എടുത്തത് പ്രത്യേകം ഞാൻ പറയാം. നിങ്ങൾ പലരും അത് വായിച്ചിട്ടുള്ളതായിരിക്കാം. ഒന്ന്, ഇന്ന് നമ്മൾ അറിയുന്ന പോലെ ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും എല്ലാം. ശത്രുക്കൾക്ക് എതിർക്കാൻ പാടില്ലാത്തതും എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോകുന്നതും മിത്രങ്ങൾക്ക് വളരെ ഹർഷോന്മാദമുണ്ടാക്കുന്നതുമായ ഒരു സംഭവമാണ് ഈ പരിപാടി, ജനസമ്പർക്കം. ഏകദേശം ഇതുപോലെ ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിച്ച ഒരു മഹാനായിരുന്നു ഈ കാരുചിറ ഗീവർഗീസ് റമ്പാൻ എന്നയാൾ. അന്ന് ശരിക്കും അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞു നിന്നിരുന്നയാളാണ്. എവിടെയെങ്കിലും സൃഷ്ടിപരമായ എന്തെങ്കിലും നടക്കണോ ഉടനെ ഇദ്ദേഹത്തെ പറഞ്ഞയക്കും അങ്ങോട്ട്. ഇതാണ് ചരിത്രം. പുലിക്കോട്ട് തിരുമേനി പറഞ്ഞു വിട്ടിട്ടുണ്ട്, പരുമല തിരുമേനി പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ കാരുചിറ ഗീവർഗീസ് റമ്പാനെ തേടി പിടിച്ച് അങ്ങോട്ട് വിട്ടിരിക്കുക എവിടെയെങ്കിലും പണി വേണം. ഉദാഹരണങ്ങൾ ഞാൻ പറയാം. മണർകാട് പുത്തൻപള്ളി പണി, അതിപ്പോൾ നിൽക്കുന്ന പള്ളിയാണെന്ന് വേറെ വല്ലതാണെന്ന് എനിക്കറിയാൻ വയ്യ. ഡയറി എഴുതിയിരിക്കുന്ന മണർകാട് പുത്തൻപള്ളി എന്നാണ്. അതിൻ്റെ പണിയിൽ തടി വാങ്ങാനും ഓട് വാങ്ങാനും തേപ്പിക്കാനും അവിടെ പോയി നിൽക്കാനും ഇദ്ദേഹമാണുള്ളത്. ഇത് ചരിത്രം എഴുതുന്നവർ എഴുതണം, ഇത് അല്ലെ അറിയണം. ഇന്ന് പറഞ്ഞാൽ നമ്മൾ തല്ല് കിട്ടും, ഇതൊക്കെ വിളിച്ച് പറഞ്ഞാലെന്ന് എനിക്കറിയാം. വാകത്താനം പള്ളി, അത് പള്ളി പുതുക്കി പണിയുന്നത് ഒന്നിലധികം പ്രാവശ്യം പെടുന്നതാണല്ലോ. അതിൻ്റെ പുതുക്കി പണിയുടെ സമയത്തും വരുമാന സമാഹരണം അവിടെ പോയി താമസിച്ച് നടത്തി കണക്ക് സൂക്ഷിച്ച് പണിയെല്ലാം കഴിഞ്ഞ് കണക്ക് വായിച്ച് പാസ്സാക്കിയിട്ട് പുലിക്കോട്ട് തിരുമേനി മറ്റും പ്രശംസ ഏറ്റുവാങ്ങിയ ഒരാൾ. തീർന്നില്ല, വള്ളിക്കാട് പള്ളിയുടെ നിർമ്മാണം, ഇവിടുത്തെ ആദ്യത്തെ പള്ളി. ഇതിൻ്റെ നിർമ്മാണത്തിലെല്ലാം ഏത് ചെറിയ കാര്യത്തിനും മണ്ണ് കെട്ടാൻ, കല്ല് വെട്ടിക്കാനും, വെച്ച് കെട്ടുന്നിടത്തും പണിക്കൂറ തീർക്കാനും, നമ്മൾ പണിക്കുറവ് തീർക്കാൻ എന്ന് പറയുന്നത് അദ്ദേഹം എഴുതി പണിക്കൂറ തീർക്കാനാണ്, എന്തോ പഴയ ഭാഷയാണ് എനിക്ക് അറിഞ്ഞുകൂടും. ഓട് വാങ്ങിക്കാൻ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, കടം ഓട് വാങ്ങിക്കാൻ പോകുന്നു, അത് കിട്ടുന്നു, ചിലത് കിട്ടാതെ പോകുന്നു. ഇതെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആലുവ സെമിനാരിയുടെ പണി, അതിൻ്റെ പണിക്ക് ആലുവ തൃക്കുന്ന സെമിനാരി പണിയാൻ മരം അത് പണിതയാൾ അദ്ദേഹത്തിൻ്റെ ആ കുടുംബസ്വത്തും എല്ലാം കൂടെ എഴുതി കൊടുത്ത് ഈ പൊതുകാര്യത്തിന് വേണ്ടി കൊടുത്തിട്ട് 2 പേരെ അതിൻ്റെ ട്രസ്റ്റിമാരായിട്ട് വെച്ചു, പണി കാര്യങ്ങൾക്കും തുടർന്ന് നടത്താൻ. അതിലൊന്ന് ഈ കാരുചിറ ഗീവർഗീസ് റമ്പാൻ, മറ്റേ കൊച്ചു പൗലോസ് റമ്പാച്ചനുമായിരുന്നു, കുറ്റിക്കാടിലാണെന്ന് തോന്നുന്നു. ഇവരെ 2 പേരെയാണ് ഇതിൻ്റെ പ്രധാനികളായി ഏൽപ്പിച്ചത്. എന്ന് ചെന്നാൽ ഈ പിതാവിൻ്റെ വേർപ്പ് അടഞ്ഞു കിടക്കുന്ന തൃക്കുന്ന സെമിനാരി പള്ളിയുടെയും ആ തുറന്നു കിടക്കുന്ന കെട്ടിടത്തിന് ഒരു നിലയാണെന്ന് പണിതിട്ടില്ല, പിന്നീട് 2ാം നില പണിത്. ഇദ്ദേഹത്തിൻ്റെ വേർപ്പും കണ്ണുനീരും ചേർന്നാണ് ഈ തൃക്കുന്നത്തുണ്ടായിരിക്കുന്നത്. അത് അവർ മൺമറഞ്ഞു പോയവനെങ്കിലും ഓർക്കും. അതിൻ്റെ പണിയിൽ ദിവസങ്ങളോളം അലഞ്ഞ് നടന്ന് ചില പള്ളികളിൽ ചെന്ന് പിരിവ് കിട്ടിയില്ല. പോകുന്ന വഴിക്ക് മഴ നനഞ്ഞ് കിടക്ക ഉൾപ്പെടെ നനഞ്ഞു പോയതായിട്ടുണ്ട്. ഒരിക്കൽ വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചങ്ങനാശ്ശേരി കടയിൽ വെച്ച് വള്ളം മുങ്ങി, കാപ്പ ഉൾപ്പെടെ എല്ലാം ഒഴുകിപ്പോയി. ചിലതൊക്കെ പിറ്റേ മുങ്ങിയെടുത്തു. ഈ ഓട് വാങ്ങിക്കാൻ പോയതായി തൃക്കുന്ന തമ്പുരാനിക്ക് വേണ്ടിയും മറ്റും. ഇതെല്ലാവരും മറന്നുപോയാലും ദൈവം തമ്പുരാനെങ്കിലും ഓർക്കും. ഇത്രയധികം തെക്കും വടക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അക്ഷീണം ഓടി നടന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ സഭ അംഗീകരിച്ചിരുന്നു അന്ന്. തിരുവനന്തപുരം പള്ളിയുടെ പണിയും ഇപ്പം അതിൻ്റെ കേസൊക്കെ തീർന്നതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. അന്നത്തെ ഈ തിരുമേനിയുടെ ഡയറിയിൽ അന്നുണ്ട സഭയിലെ പൊതുസ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽ തിരുവനന്തപുരം പള്ളി എഴുതിയിട്ടുണ്ട്. പൊതുസ്ഥാപനങ്ങളുടെ ലിസ്റ്റിലാന്ന് ഓർത്തോണം. അതിൻ്റെ ലിസ്റ്റിൽ തിരുവനന്തപുരം സെൻറ്റ് ജോർജ് പള്ളി എന്ന് കാണുന്നുണ്ട്. ഒരു വർഷം മുമ്പ് പറഞ്ഞ ചിലപ്പോൾ എന്നെ ഓടിച്ചേനെ. ഇപ്പോൾ എനിക്ക് ധൈര്യമായിട്ടത് പറയാം.
അന്നത്തെ പൊതുസ്ഥാപനമായിരുന്നു അത്. ഈ സത്യം മാത്യൂസ് പ്രഥമൻ ബാവായിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ കഥ. പിന്നീട് ഇത് ഡയറി വായിച്ചപ്പോഴാണ് അതിന് ഉറപ്പായത്. തീർന്നില്ല. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവനാസ്യോസ് തിരുമേനി നവീകരണക്കാരുമായി വ്യവഹാരമെല്ലാം നടത്തി വിജയ ശ്രീലാളിതനായി വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ഗംഭീരമായി കോട്ടയം നഗരം അക്ഷരാർത്ഥത്തിൽ നഗരം മുഴുവൻ ഉൾപ്പെട്ട ഒരു ജൂബിലി നടന്നു. അതിൻ്റെ പ്രധാന നടത്തിപ്പുകാരൻ ഇദ്ദേഹമായിരുന്നു, കാരുചിറ ഗീവർഗീസ് റമ്പാൻ. അതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഓടി നടന്ന് പ്രവർത്തിച്ചത് ഈ പിതാവായിരുന്നുവെന്ന് കാണാം. എന്തെങ്കിലും ഒരാവശ്യത്തിന് പിരിവ് നടത്തണമെങ്കിൽ, പിരിവുകാരനാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയരുത്, ഇദ്ദേഹത്തെയാണ് പിടിച്ചേൽപ്പിക്കുന്നത് പിരിക്കാൻ. അത് തെമ്മനായിരിക്കുകയാണെങ്കിലും പള്ളിക്ക് വേണ്ടിയാണ്. അദ്ദേഹം പിരിച്ചുകൊണ്ട് വരും. തൃക്കുന്ന സെമിനാരി പണിയുമ്പോൾ ആലുവ അങ്കമാലി ഭദ്രാസനം തന്നെയുള്ള ചില പള്ളികളിൽ ചെന്നാൽ 4 കാശ് കൊടുക്കാതെ അദ്ദേഹത്തെ വിട്ടിട്ടുണ്ട്. നിരാശനായി തിരിച്ചു പോയതിനും അത് നമ്മുടെ ബാബു പോളിൻ്റെ മാതൃ ഇടവകയിൽ ചെന്നിട്ട് ഒരു കാശ് പോലും കൊടുത്തില്ല എന്നതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പള്ളിയിൽ പോയിട്ട് നിരാശനായി ഇഞ്ഞ് പോകുന്നത്. പല വലിയ പള്ളികളും സഹകരിച്ചില്ല എന്നും പിന്നെ സഹകരിച്ചത് മൂലം സന്തോഷമായി മടങ്ങി പോകുന്നതൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇതാ ജോലി, ഈ 5ഉം 10ഉം കിട്ടുന്നതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരിക, പണിയിക്കുക. അങ്ങനെ ഒരാൾ അതുകൊണ്ടാണോ ഇങ്ങനെ അലഞ്ഞ് നടന്നുകൊണ്ടാണ് രോഗിയായി പോകണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുപോലെ ശരിക്ക് വിയർപ്പൊഴുക്കിയ ഒരാളാണ് ഗീവർഗീസ് പ്രഥമൻ ബാവ. പിന്നീട് രണ്ടാമതെന്ന് ഞാൻ പറയേണ്ടതുമാണ്, കടവിൽ തിരുമേനിയോട് അദ്ദേഹത്തിൽ നിന്നാണ് അദ്ദേഹം ശമ്മാശുപട്ടവും കാശിച്ചാപ്പട്ടവും ഒക്കെ സ്വീകരിച്ചു. അദ്ദേഹത്തോട് വലിയ ഭക്തിയും ബഹുമാനവും കാണുന്നുണ്ട്. പുലിക്കോട് തിരുമേനിയോടുണ്ടായിരുന്ന പോലെ തന്നെ കടവിൽ തിരുമേനിയെ വലിയ പിതൃതുല്യനായി അദ്ദേഹം ആരാധിച്ചിരുന്നു എന്ന് വേണം പറയാൻ. അതൊരു ആത്മീയ ബന്ധമായിരുന്നു അവർ തമ്മിൽ. വളരെ പെട്ടെന്ന് മലന്നു പോയാൽ ഇടയ്ക്ക് ഞാനൊരു സൂചന നൽകിയ ഒരു കലാഹൃദയമുള്ളയാളായിരുന്നു എന്ന്. അതിവിടെ വന്ന് അങ്ങ് അപ്പുറത്ത് നോക്കിയാൽ ഒരു ചെറിയ മുറി അവിടെ കാണുന്നുണ്ടല്ലോ, അവിടെ നോക്കിയാൽ അറിയാം. അത്യാവശ്യം ഇവിടെ അന്ന് വേണ്ടിയിരുന്ന എല്ലാ സാധനങ്ങളും അദ്ദേഹത്തിൻ്റെ കരവിരുതായിരുന്നു. അദ്ദേഹം സ്വന്തം കൈകൊണ്ട് തന്നെ കൊത്തി ഉണ്ടാക്കുമായിരുന്നു. ഈ മണറുകാട് പുത്തൻപള്ളി എന്ന് ഞാൻ പറഞ്ഞത്, അത് പണി തീർന്നപ്പോൾ അതിൻ്റെ ഒരു ബന്ധത്തിന്മേൽ, ബന്ധം എന്നുള്ള എന്താണെന്ന് അറിയാവുന്നവരോട് ചോദിച്ചോണം. എന്തോ തടിയാ എന്നറിയാം. 2 ഭിത്തി തമ്മിലുള്ള ബന്ധമാണോ മേൽക്കൂട് ബന്ധമാണോ എന്ന് എനിക്കറിയില്ല. ആ ബന്ധത്തിന്മേൽ ഇംഗ്ലീഷിൽ കൊത്തിവെച്ചു ഈ പള്ളി ആരുടെ കാലത്ത് ഏത് വർഷം പണിയിച്ചു എന്ന് ഇംഗ്ലീഷിൽ ഈ റമ്പാച്ചൻ കൊത്തിവെച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ഡയറി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ കൊത്തിവെച്ചു. നല്ല കലാവൈഭവവും വാസനയുമുള്ള ഒരാൾ. അദ്ദേഹം വശമാക്കി ഈ കൈത്തൊഴിലൊക്കെ ആരാണ് പഠിപ്പിച്ചത് എന്നറിഞ്ഞുകൂടാ. എങ്കിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് തയ്യൽ ഉൾപ്പെടെ അത്യാവശ്യം അദ്ദേഹത്തിന് വേണ്ടുന്ന തുണികൾ പോലും തയ്ക്കുമായിരുന്നു. തയ്യലറിയാം, കൽപ്പണി, ഇരുമ്പ് പണി, മരപ്പണി, ഇതെല്ലാം വശമായിരുന്ന ഒരാൾ. ഇങ്ങനെ ഒരാൾ അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയധികം പ്രവൃത്തി മണ്ഡലങ്ങളിൽ കൈവച്ച ബഹുമുഖ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇതെല്ലാം കഴിയുന്ന ഒരു കാതോലിക്ക. അദ്ദേഹത്തിന് തടി വെട്ടിയതേ പണിയാനറിയാം, കല്ല് വെച്ച് പണിയാനറിയാം, പിന്നെ എന്നതാ ഇരുമ്പ് പണിയാനറിയാം, തയ്യലറിയാം, വേറെ അന്ന് ചെയ്യാവുന്ന എല്ലാ കലാപരമായ കാര്യങ്ങളും അറിയാം. അദ്ദേഹത്തിൻ്റെ കലാവൈഭവം വിരിഞ്ഞൊഴുകിയതാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഇരട്ടപ്പത്തി പടിയുണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞൊരു കാര്യമാണ്. പിന്നെ മുതലവായൻ പൊടിയൊക്കെ പലയിടത്തുനിന്ന് കിട്ടിയ ആശയങ്ങളാണ്. ആംഗ്ലിക്കൻ പാരമ്പര്യത്തിലെ പലയിടത്തുനിന്ന് കടമെടുത്തതൊക്കെ ചേർത്താണ് ഒരു തനിമ ഉണ്ടാക്കി വെച്ചു അദ്ദേഹം. അതിൽ ഈ സീലുണ്ടാക്കാൻ സ്വന്തം കൈകൊണ്ട് തന്നെ സീലുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പലർക്കും. നമ്മളിന്ന് കാണുന്ന സീലുമൊക്കെ അദ്ദേഹത്തിൻ്റെ അതിനകത്ത് ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്ന് കൊത്തി വെച്ച ഒരു സീലായിരുന്നു അദ്ദേഹം ഉണ്ടാക്കി. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. പിന്നീട് ഇത് ഗീവർഗീസ് ബാവായിരുന്നു കേട്ടതാണ് ഈ സഭ. ഇത്രയധികം കലാഹൃദയമുള്ള ഈ ബുദ്ധിമുട്ടിൻ്റെ എല്ലാം ഇടയ്ക്ക് ഈ കലാഹൃദയവും കലയും ഒക്കെ എങ്ങനെ വളർത്തിക്കൊണ്ട് പോയെന്ന് നമുക്കറിയാൻ പാടില്ല. സാധാരണ ഒരു പ്രയാസം അതിൽ വരണ്ടു പോകാനാണ് സാധ്യത. പക്ഷേ ഇത് 10 മടങ്ങ് വർദ്ധിക്കുകയായിരുന്നു ചെയ്ത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അരമന എന്ന് പറയാവുന്ന ഇവിടെ ഉണ്ടാക്കിയ ചെറിയ കെട്ടിടത്തിൽ അവിടെ എന്തെല്ലാം വേണ്ടിയിരുന്നോ അതെല്ലാം സ്വന്തം കൈകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി, കാശ് കൊടുത്ത് വാങ്ങിക്കാതെ. ഞാൻ
എൻ്റെ മനസ്സിൽ തോന്നി, ഒരേ സമയം അദ്ദേഹം ഒരു മൈക്കലാഞ്ചലോ ആയിരുന്നു, അദ്ദേഹം ഒരു പിക്കാസോ ആയിരുന്നു. ആ സമയം തന്നെ ല്യൂട്ടൻ സാഹിബായിരുന്നു. ഡൽഹിയിലെ പാർലമെൻറ്റ് മന്ദിരമൊക്കെ ഡിസൈൻ ചെയ്ത് പണിയ സാഹിബിൻ്റെ പേരാണ് ല്യൂട്ടൻ സാഹിബ്. അദ്ദേഹം ചാൾസ് കൊറിയ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പറഞ്ഞിട്ട് പരവല പണി പറഞ്ഞ് നല്ലതാ മോശമാണെന്നൊക്കെ പറയുന്നുണ്ടെന്ന് പേരിൽ. അദ്ദേഹം ഒരു ആർക്കിടെക്റ്റ് ആണല്ലോ. ഇതെല്ലാം കൂടെ ചേർത്ത് ഓൾ റോൾഡ് ഇൻ ടു വൺ എന്ന് പറയാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഗ്യൂറീസ് പ്രഥമൻ ബാവായുടെ. നല്ല ഒരു പെരുന്തച്ഛൻ എന്നൊക്കെ പറയാമെങ്കിൽ ഒട്ടും മോശമല്ല അദ്ദേഹത്തിന്. നല്ല സംഘാടകൻ, നല്ല പ്രഭാഷകൻ, സഭാപിതാവ്, സഭ അഭിമാനി, സർവോപരി വിശുദ്ധ ജീവിതം നയിച്ച ഒരാൾ. അത് പറയാതെ പോകരുത്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞത് നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത ഒന്നാണ് ഞാൻ പറഞ്ഞത്. അന്തരാത്മാവിൽ 100% വിശുദ്ധി കാത്തു സൂക്ഷിച്ച ഒരാൾ. പണ്ട് കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഈ മച്വർ പേഴ്സണാലിറ്റി എന്നാണ് ഇംഗ്ലണ്ടിലൊക്കെ തരുമേ എനിക്കറിയാം. നമ്മളിവിടെ മച്വർ പേഴ്സണാലിറ്റി തീമോത്തിയോസിയുടെ പദ്യാസന മറ്റുവർ പേഴ്സണാലിറ്റിയാണ്. അതിൻ്റെ ഒരംശം സെൽഫ് എക്സ്റ്റൻഷൻ എന്നാണ്. പ്രൗഢ വ്യക്തിത്വം എന്ന് പറയുന്ന മച്വർ പേഴ്സണാലിറ്റിയുടെ ഒരു അംശമാണ് സെൽഫ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം പല കാര്യങ്ങളിൽ ഏർപ്പെടാൻ കഴിവുള്ള വൈഭവം, ഒരേ സമയത്ത് തന്നെ പല മേഖലകളിൽ ഒരുപോലെ പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് സെൽഫ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിലും ഒരു പ്രൗഢ വ്യക്തിത്വത്തിൻ്റെ ഉടമ തന്നെയായിരുന്നു ഈ പിതാവ്. വളരെ ക്രിയേറ്റീവ് എന്ന് പറയുന്ന വാക്കൊക്കെ അദ്ദേഹത്തിന് യോജിക്കുന്നു. അതേസമയം തന്നെ നല്ല കാര്യങ്ങൾക്കെല്ലാം അംഗീകാരം നൽകും. മറ്റൊരാളിലൊരു നന്മ കണ്ടാൽ അസൂയ ഉണ്ടാകുകയല്ല, അതാണ് മനുഷ്യ സഹജം. മറിച്ച് അതിനെ ആസ്വദിക്കുമായിരുന്നു. അത് നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ പരുമല തിരുമേനിയുടെ രസകരവും ഇമ്പകരവുമായ ചൊല്ലുകൾ എന്ന് പരുമല തിരുമേനി പരിശുദ്ധനായ കണ്ടല്ല ഇദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുമേനിയുടെ ഇമ്പകരവും രസകരവുമായ ചൊല്ലുകൾ എന്ന്. അതുപോലെ തന്നെ വേറെ ചിലത് അദ്ദേഹം കഠിനമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരാൾ റോമാസഭയിൽ നിന്ന് ഇവിടെ വന്ന് ഈ സഭയിൽ വന്ന് വട്ടക്കാരനായി പാട്ട് പറ്റി, പിന്നെ ആ വഞ്ചകൻ തിരിച്ചു പോയി എന്ന് എഴുതിയിട്ടുണ്ട് ഡയറിയിൽ. പുഞ്ചയിൽ പൗലോസ് മൂപ്പിലെ 88 വയസ്സുള്ളവനും ഒരു ഭക്തനുമായിരുന്നു. ഞാൻ ഈ ചെറിയ കാര്യമൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ മനസ്സെന്തായിരുന്നുള്ള അന്വേഷിച്ച് പോകുമ്പോൾ കണ്ടുകിട്ടുന്ന ചില മയിൽക്കുട്ടികളാണിത്. 88 വയസ്സുള്ള മൂപ്പിലെ തന്നെ എഴുതിയിരുന്നു. മൂപ്പിലെ ഒരു ഭക്തനായിരുന്നു. പുലിക്കോടിൽ തിരുമേനി ഇതുപോലെ അത് ഇവിടുന്ന് പഠിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. കളപ്പുരയ്ക്കൽ പൗലോസ് കശീശ അദ്ദേഹം മരിച്ചതിന് ശേഷം ഒരു കത്തെഴുതി ഈ റംബാച്ചൻ അയച്ചു. അതിനകത്ത് വന്നൊരു വാചകം ഞാൻ വായിക്കും. നമ്മുടെ കൂട്ടത്തിൽ കാര്യശേഷിയുള്ളവരും ഏത് ആലോചനയ്ക്കും കൊള്ളാവുന്നവരായി 2 രത്നങ്ങൾ പോലെയുള്ളവരാകുന്നു നമ്മുടെ മാലീത്ര കത്തനാരും നമ്മുടെ കത്തനാരും, അതായത് കളപ്പുരയ്ക്കൽ പൗലോസ് കശീശായി. ഏത് വലിയ സംഗതികൾ നേരിട്ടാലും ഈ 2 പേരെയും വിളിച്ച് ആലോചിക്കുമ്പോൾ ആശ്വാസകരമായ ഒരു പോംവഴി ഇവരുടെ ആലോചനയിൽ വെച്ച് ഉണ്ടായി ആശ്വസിപ്പാൻ നമുക്ക് ഇടവന്നിട്ടുണ്ട്. ഈ അപ്രീഷിയേറ്റ് ചെയ്ത രീതി പുലിക്കോട് തിരുമേനി പഠിച്ചതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ റംബാച്ചൻ ഈ പിതാവ് തന്നെ ഇടവഴിക്കൽ ചില ഉദാഹരണം വായിച്ചു കേൾപ്പിക്കുന്നതേ ഉള്ളൂ, ഡിസ്കസ് ചെയ്യാനല്ല. ഇടവഴിക്കൽ EM ഫിലിപ്പോസ് ചരിത്രകാരൻ, അദ്ദേഹത്തെക്കുറിച്ച് ഇയാൾ വലിയ മെത്രാച്ചൻ്റെ സെക്രട്ടറിയും, പഴയ ഭാഷയാണ്, കാര്യസ്ഥനും ഇടവക പത്രികയുടെ പത്രാധിപരും സമുദായമകല പല വ്യവഹാരങ്ങൾ നടത്തിയവനും സമുദായത്തിൻ്റെ ഒരു വലിയ തൂണുമായിരുന്നു. ഇയാളുടെ മരണം സുറിയാനി സമുദായത്തിന് ഒരു നഷ്ടം തന്നെ. അപ്പോൾ തിരുമേനിയുടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. ആർത്താറ്റ് പള്ളി മലയാളത്തുള്ളതിൽ ഒരു വലിയ പള്ളിയാണ്. അതിന് ബാബാ തിരുമേനിക്കും സന്തോഷിക്കാം. ഈ സർട്ടിഫിക്കറ്റ് തിരുവല്ല MGM ഹൈസ്കൂൾ കെട്ടിടം വളരെ വിശേഷമായത് തന്നെ. അല്ല, അദ്ദേഹത്തിൻ്റെ ചില ഡയറി കാണുന്ന പരാമർശങ്ങൾ നല്ലത് കണ്ടാൽ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ഇതിൻ്റെ എല്ലാം പിന്നിൽ കാണുന്നുണ്ട്.
എന്നാൽ സ്വന്തം വട്ടശ്ശേരി പിതാവിനെ പോലെ തന്നെ സ്വകാര്യ ആത്മീയ ജീവിതത്തെക്കുറിച്ച്, ഭക്തജീവിതത്തെക്കുറിച്ച് ഒരക്ഷരം എഴുതുകയില്ല, പറയത്തുമില്ല. അതിവരിലെല്ലാവരും കാണുന്നുണ്ട്. ഞാൻ ഈ പേര് പറഞ്ഞ മുഴുവൻ പേരിലും കാണുന്നുണ്ട്. ഒരക്ഷരം പോലും അവരുടെ ആന്തരികമായ ആത്മീയതയെക്കുറിച്ച്, അതിൻ്റെ ആഴത്തെക്കുറിച്ച് മിണ്ടുകയില്ല. വട്ടശ്ശേരി തിരുമേനി ശാസിക്കും അതിനെക്കുറിച്ച് വല്ലതും ചോദിച്ചാൽ. ഇദ്ദേഹവും അങ്ങനെ തന്നെ ഡയറി മുഴുവൻ പരന്നു നോക്കി, ഒരു വാക്ക് പോലും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് എഴുതുകയില്ല. തന്നെക്കുറിച്ച് തന്നെ എഴുതുന്നിടത്ത് ഞാൻ എന്നോ എൻ്റേതെന്നോ ഒന്നും ഒരിടത്ത് പോലും ഒരു പരാമർശമില്ല. കഥാപുരുഷൻ, നമ്മുടെ കഥാനായകൻ, റംബാച്ചൻ, ഇതൊക്കെ അല്ലാതെ ഞാൻ എന്നൊരു വാക്ക് ഈ തിരുമേനിയുടെ ഡയറിയിലില്ല. നമ്മളൊക്കെ അത് എടുത്തു പറയല്ല ഞാൻ എന്ന്. അങ്ങനെ ഒരു പദം മലയാളത്തിലുണ്ടായിരുന്നു, ഈ തിരുമേനിയുടെ നളാഗമത്തിൽ കാണുന്നില്ല. കഥാപുരുഷൻ എന്നാണ് പലയിടത്തും കാണുന്നത്. എന്നും താമസിക്കുന്നത് പള്ളിക്കാട്ട് പള്ളിയിൽ, അല്ലെ വാകത്താനം പള്ളിയിൽ, അല്ലെ പരുമല സെമിനാരിയിൽ, അല്ലെ കോട്ടയം സെമിനാരിയിൽ. കുന്നുക്കുരുടി പള്ളി പൊളിച്ചു പണിയുമ്പോൾ റത്താനാസ്യോസ് തിരുമേനി ആലുവ പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടെ അടിസ്ഥാന കല്ല് സ്ഥാപിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലാണ്, കണ്ടു എന്ന കാര്യറമ്പാശൻ എഴുതിയിരിക്കുന്നത്. വളരെ ഒരു രോമാഞ്ചമുളവാക്കുന്ന ഒരു വർണ്ണനയാണിത്. കുന്നംകുളത്ത് ഉയർപ്പ് ഒരു കഷ്ടാനുവാഴ്ച കുന്നംകുളത്ത് നടത്തി. അതിൻ്റെ ശേഷമുള്ളതാണ് തിരുവനിക്ക് താല്പര്യമുണ്ട് കേൾക്കാൻ. ആർത്താറ്റ് കുന്നംകുളം വില്ലുവണ്ടിയിലായിരുന്നു യാത്ര. വണ്ടി വലിച്ചത്, എനിക്ക് വായിക്കുമ്പോൾ വണ്ടി വലിച്ചത് അവിടെയുള്ള യൗവനക്കാരായ ആളുകളായിരുന്നു. ഇതേ എഴുതിയിരിക്കും. പത്രാച്ചനായിട്ട് പോയതാണ് ബീലക്സീനോസ് തിരുമേനി. ഈസ്റ്റർ കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്തു ആർത്താറ്റ് പള്ളിയിലേക്ക്. ആ വില്ലുവണ്ടി വലിച്ചുകൊണ്ട് പോയത് മൃഗങ്ങളൊന്നുമല്ല, അവിടെയുള്ള ഊറ്റുള്ള ചോരത്തിളപ്പുള്ള കുന്നംകുളത്തെ ചെറുപ്പക്കാരായിരുന്നു, തിരുമേനിയുടെയൊക്കെ മുൻകൊലക്കാർ. അവരാണ് വലിച്ചുകൊണ്ട് പോയതെന്ന് വളരെ അഭിമാനമായി അദ്ദേഹം ഡയറിയിൽ കുറിച്ച് വെച്ചിരിക്കും. പുത്തൻപള്ളിയിൽ താമസിച്ച ഒസ്താത്തിയോസിന് ഈ ജനക്കൂട്ടവും യാത്രയും തൃപ്തികരമല്ലായിരുന്നു. സ്ലീവാമർ ഒസ്താത്തിയോസ് കുന്നംകുളം പുത്തൻപള്ളിയിലുള്ള അദ്ദേഹത്തിന് രസിച്ചില്ല ഇത്. കോട്ടയത്തേക്കുള്ള സർവ്വ യാത്ര ചെലവും പള്ളിക്കാർ തന്നെ വഹിച്ചു. കുന്നംകുളത്തേയുടെ കാര്യം അതുകൊണ്ട് പറഞ്ഞത്. കുറ്റിക്കാട്ടിൽ പൗലോസറമ്പാനെ കൊണ്ട് മലങ്കര സമുദായക്കാരുടെ ഭൂരിപക്ഷാഭിപ്രായത്തിനെതിരായി ഉടമ്പടി എഴുതിച്ചുകൊണ്ട് ഈ പ്രയോഗം ശ്രദ്ധിച്ചു കൊള്ളണം. ഇത് ഒന്നിലധികം സ്ഥലത്ത് കാണുന്നുണ്ട്. മലങ്കര സമുദായക്കാരുടെ ഭൂരിപക്ഷാഭിപ്രായത്തിനെതിരായി ഈ അബ്ദുള്ള പാത്രിക്കീസ് ഉടമ്പടി എഴുതിയ കാര്യമാണ് പറയും. ഇതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. മലങ്കര സമുദായത്തിൻ്റെ ഭൂരിപക്ഷാഭിപ്രായം അത് നിലനിൽക്കും എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 1099 മലയാളം. വെട്ടിക്കുന്നേൽ കുറിയാക്കോർസ് കത്തനാരും പാണമ്പടിക്കൽ മാണി സൂപ്പർവൈസറും മറ്റും കഥാനായകൻ്റെ അടുത്ത് രാത്രിയിൽ വന്ന് സമുദായ തർക്കത്തെപ്പറ്റി സംസാരിച്ചു. സംസാരത്തിൽ അവരുടെ ഭാഗത്തേക്ക് ചേരണമെന്ന് താല്പര്യപ്പെട്ടു. മാർ ദീവന്നാസ്യോസ് മെത്രാച്ചനുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. അതിൽ വായിച്ചെടുത്തോണം അദ്ദേഹത്തിൻ്റെ സഭാസ്നേഹത്തിൻ്റെ, മാറ്റമില്ലാത്ത സഭാസ്നേഹത്തിൻ്റെ ഉരകല്ലുകളാണ്. ഞാൻ ചൂണ്ടിക്കാണിയുന്നുണ്ട്, കൂടുതൽ സമയം എടുക്കത്തില്ല. അച്ഛൻ എന്തിനാ എഴുന്നേറ്റ് വന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വട്ടശ്ശേരി തിരുമേനിയോട് അതുപോലെ തന്നെ അനുസരണവും കടപ്പാടും ഇതുപോലെ തെളിഞ്ഞു കാണുന്നു. അബ്ദുള്ള പാത്രിക്കീസിനെ കാണാൻ പോയി. പുതുപ്പള്ളിയിൽ വന്ന് ഒസ്താത്തിയോസ് മെത്രാൻ ഇങ്ങനെ പറഞ്ഞു, പാത്രിക്കീസിനെ അറിയിച്ച് മെത്രാൻ സ്ഥാനം തരുവിക്കാമെന്നും കക്ഷിയായി നിൽക്കണമെന്നും മല്ലപ്പള്ളി മെത്രാച്ചൻ ബാവയോട് യോജിച്ച് നിൽക്കുകയില്ലെന്നും മറ്റും പറയുകയും ചെയ്തു. മറുപടി നോ. അദ്ദേഹത്തെ വശീകരിക്കാൻ വന്ന കഥയായി പറയും. അബ്ദുള്ള പാത്രിക്കീസിനെ കാണാൻ പോകുമ്പോഴും തിരികെ വരുമ്പോഴും സെമിനാരിയിൽ കയറി മാർ ദീവന്നാസ്യോസ് മെത്രാപ്പൊലീത്തയെ കണ്ടു. പോകാൻ നേരം ആലോചിച്ച് വെച്ച് പോയി. തിരിച്ചു വന്നപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോയി. അതാണ് ഈ വള്ളിക്കാട് ഗീവർഗീസ് റമ്പാച്ച്. കൂറുലോസ് മെത്രാൻ അവിടെ ഉണ്ടായിരുന്നു. തിരിച്ചു സെമിനാരിൽ കയറിയപ്പോൾ ദീവന്നാശ്രീമേനെ അന്വേഷിച്ച് പോയി. അദ്ദേഹത്തെ കാണാൻ കൂറുലോസ് മെത്രാൻ ഉണ്ടായിരുന്നു. രസക്കുറവ് നിമിത്തം അദ്ദേഹത്തെ കാണാൻ ഞാൻ പോയില്ല. നിങ്ങൾ വിധിച്ചോ, ഞാൻ വായിക്കുന്നെന്ന് മാത്രമേ.
പരിമല പിതാവിനെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്. അത് ഞാൻ 2-3 വായിക്കും. ക്ഷമിക്കുക ദയവായിട്ട്. അച്ഛൻ എഴുന്നേക്കത്തില്ല എന്നുള്ള ഉറപ്പിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഈ ഡയറിയിൽ നിന്ന് തന്നെയാണ് വായിക്കുന്നത്. വായിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഷമ്മാശി പട്ടവും കഴിഞ്ഞുപോയ കൂറുലോസ്വത്തായാലും കത്തനാരി പട്ടവും കൈക്കൊണ്ട് മേൽപ്പറഞ്ഞ 2 പള്ളിയിലും ഒരു ഇടവകപ്പട്ടക്കാരൻ്റെ ജോലി നോക്കി വരുമ്പോൾ പരിമല തിരുമേനിയെക്കുറിച്ചാണ്. അന്തോനീസ് മുതലായ പ്രാചീന സന്യാസികളുടെ ജീവചരിത്രവും സന്യാസ വ്രതത്തിൻ്റെ മാഹാത്മ്യങ്ങളും വിവരിക്കുന്ന ചില സുറിയാനി പുസ്തകങ്ങളും വായിച്ചു കാണുവാനിടയാവുകയും അതുമുതൽ തനിക്കും ലോകസംബന്ധമായ സകല ബന്ധവും ഒഴിച്ച് ഒരു സന്യാസിയായി ജീവിക്കണമെന്ന് ആഗ്രഹം ജനിക്കുകയും ഈ ആഗ്രഹത്തെ ദീവന്നാസുത്രാപുലിത്തായി ഗ്രഹിപ്പിക്കുകയും ചെയ്ത ഉടനെ അദ്ദേഹം സന്തോഷിച്ച് റംബാനായി വാഴിച്ചു. പുലിക്കൊടുത്തീവിന് കൊടുത്ത കാര്യം എഴുതിയിരിക്കും. ഒരു വാചകം കൂടെ. ശരിയായ ഒരു സന്യാസിയുടെയും മേൽപ്പെട്ടക്കാരൻ ദൈവഭക്തി, സഭാനിശ്ചയവും കാനൂനും അനുസരിച്ചുള്ള എല്ലാ നടപടികളിലും കൃത്യനിഷ്ഠ, ഉപവാസം, പ്രാർത്ഥന, പ്രസംഗ ചാതുര്യം എന്നു വേണ്ട തൻ്റെ എല്ലാ സംഗതികളും ഒരു ശരിയായ സന്യാസിയുടെയും മേൽപ്പെട്ടക്കാരൻ്റെയും ചുമതലകളെ ആചരിച്ച് വന്നതിനാൽ വചനത്തേക്കാൾ പ്രവൃത്തിയിൽ ഇദ്ദേഹം എല്ലാവർക്കും ദൃഷ്ടാന്തമായിരുന്നു. ഇദ്ദേഹം ദൈവത്തിൻ്റെ ദൂതനാണെന്നോ അദ്ദേഹത്തിൻ്റെ അതൃപ്തി സമ്പാദിച്ചാൽ ശാപം നേരിടുമെന്നോ ഉള്ള ബോധ്യം എല്ലാവരിലും പരക്കെ വ്യാപരിച്ചിരുന്നു. അക്കാലത്തെ വിലയിരുത്തല പരിമല തിരുമേനിയെക്കുറിച്ച്. മലങ്കര സുറിയാനി സമുദായത്തിൽ സ്ഥാനം കൊണ്ടും ദൈവഭക്തി കൊണ്ടും ശ്രേഷ്ഠനായിരുന്ന ഒരു മഹാനായിരുന്നു ഈ തിരുമേനി. പരിമല തിരുമേനിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി തിരിച്ച് ഞാൻ മടങ്ങി വരിക ഗീവറീസ് റംബാനിലേക്ക്. ദുരിതങ്ങൾ അനുഭവിക്കുന്നതിൽ ഒരു പരിഭവം, രോഗിയായി കഴിയുന്നു, ഈ കഷ്ടപ്പാടിനടയ്ക്കുന്ന ഒരു പരാതിയും പറയാതെ, എനിക്കൊരു സൗകര്യം ഇല്ലെന്നോ എനിക്ക് ചില സൗകര്യം ഉണ്ടാക്കി തരണമെന്നോ ഒരു പരിഭവവും പറയാതെ, ഈ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടും എല്ലാം ഒഴുകിപ്പോയിട്ടും നോ കംപ്ലയിൻറ്റ്സ്, ഒരു പരാതിയും പറയാതെ കഷ്ടപ്പെട്ട് ഈ സഭയ്ക്ക് വേണ്ടി നടന്ന ഒരാളാണ് ഔഗേൻ ബാവ തിരുമേനി. പരിശുദ്ധ ഔഗേൻ ബാവ തിരുമേനി മൂവാറ്റുപുഴ അരവനെ പണിയിക്കാനായിട്ട് കാശ് പിരിക്കാൻ പോയി. നോമ്പ് കാലത്ത് 3 മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുകയുള്ളൂ. നടന്ന് ഇടയ്ക്ക് മയക്കം വന്നു. ഇപ്പം ഞാൻ മരിച്ചു, കൂടുതലുള്ള ആക്കൾ പറഞ്ഞു തൈലാഭിഷേകമാണ്, ഇപ്പം മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ കഷ്ടപ്പെട്ട് നടന്നുണ്ടാക്കിയതാണ് മൂവാറ്റുപുഴ അരവൻ. അതും പലരും മറന്നുപോയി. ഇത് മറക്കുകയില്ലെന്നാണ് എൻ്റെ വിചാരം. ഇത്ര ദുരിതങ്ങളുണ്ടായിട്ടും അദ്ദേഹം സഭയ്ക്ക് വേണ്ടി അതെല്ലാം സഹിച്ചു. ആധികാരിക രേഖകൾ നമ്മുടെ അങ്കമാലി ഉദാസനത്തിന് നമ്മുടെ അച്ഛൻ്റെ പേരാണ് കഥാപ്രസംഗം പറയുന്നത്. ഇടയനാളച്ചൻ അച്ഛനിവിടെ പ്രസംഗിച്ചില്ല, ആരാണ്ട് പറഞ്ഞു ശമ്പനായുടെ രേഖകളെല്ലാം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരിയാ, കയ്യാലെ രേഖയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് സംസാരിക്കുന്ന രേഖകൾ, ഇതാണ്. അതിനുവേണ്ടി വിയർത്തത് ഇദ്ദേഹമാണ്, കഷ്ടപ്പെട്ടയാൾ. തീർന്നില്ല, അദ്ദേഹത്തെ കൂടി ട്രസ്റ്റി ആക്കിയിരുന്ന ട്രസ്റ്റിഷിപ്പ് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയാനാണ് അബ്ദുള്ള പാത്രിക്കീസ് വിളിപ്പിച്ചത്. ഒഴിഞ്ഞു കൊടുത്തു, ഒരു എതിരും പറയാതെ ഒഴിഞ്ഞു കൊടുത്തു. മറ്റൊരു സംഗതി, ഒരു സ്ഥാനമോഹവുമുള്ള ആളായിരുന്നില്ല എന്ന് ഞങ്ങളെല്ലാം പഠിക്കേണ്ടതാണ്. അദ്ദേഹത്തെ മേൽപ്പട്ടക്കാരനാക്കാൻ കുറേ ഓടി നടന്നു, വേണ്ട എന്ന് പറഞ്ഞു പോയി. പല പ്രാവശ്യം എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കണോ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനെ പലതും കാണും. കാതോലിക്ക ആക്കിയപ്പോഴും അങ്ങനെ തന്നെ എല്ലാ സമയത്തും കാണാവുന്നതാണ്. ഒരു സ്ഥാനമോഹം, ഇത്രയെല്ലാം കഷ്ടപ്പെട്ടതിലും അതിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചില്ല എന്നാണ്. ഒരു 3-4 പൊതുവിവരങ്ങളുടെ വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ നിർത്തിയേക്കാം. ഒന്ന്, ഇദ്ദേഹം അച്ഛനാക്കാൻ വേണ്ടി പിതാവും ഇതിൻ്റെ അപ്പനും കൂടെ തിരുമേയുടെ അടുത്ത് കൊണ്ടുപോയി. അത്തനാസ് പുലിക്കോട് തിരുമേയുടെ അടുത്ത് പറഞ്ഞു, ഇപ്പം അച്ഛനാക്കാൻ നോക്കിയാൽ പെണ്ണ് കെട്ടുന്നുണ്ടോ? ഇല്ല, എന്നാൽ അച്ഛനാക്കുകയല്ല, അല്ലെങ്കിൽ റംബാനായിക്കൊണ്ട് ഉടനെ. അങ്ങനെ അച്ഛനാക്കി പുടും തന്നെ റംബാനും ആക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നു. ബാക്കി എന്നാന്നുള്ളത് ചിന്തിച്ചുമാണ്. കല്യാണം കഴിക്കാതെ ഇങ്ങനെ അച്ഛന്മാർ ഊടാടി നടക്കുന്ന രീതിയോട് അശേഷം യോജിപ്പില്ലായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരമെന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. ദശാംശം നൽകുന്നതിനെക്കുറിച്ച് സക്കറിയാച്ചന് സന്തോഷം ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നത്.
ദശാംശം നൽകുന്നതിനെക്കുറിച്ച് ആധികാരിക ശക്തമായി പള്ളികളെ പഠിപ്പിച്ചൊരു പിതാവാണ് ഗീവർഗീസ് പ്രഥമൻ ബാവാ തിരുമേനി. താളവും ഈണവും വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു. ഞാൻ പറഞ്ഞുകൂടി നമ്മുടെ കൊയറുകാർ എന്ന് പറയുന്നവർ കാണിക്കുന്ന കോലാഹലത്തെക്കുറിച്ച് ഒന്നുമല്ല ഞാനീ പറയാം. താളം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ഡയറി കാണുന്നതാണ് പുലിക്കോട്ട് വേണ്ടി ജൂബിലിക്ക് ചെണ്ടകൾ കൊട്ടി തകർത്തു എന്ന് എഴുതിയിട്ടുണ്ട്. അർത്ഥം എന്താ എനിക്കറിഞ്ഞുകൂടാ. കുട്ടികൾ പാട്ട് പാടി തകർത്തു എന്ന് വേറെ ഇടത്തും കാണുന്നുണ്ട്. മൂന്നാമത്തേത്, ജനങ്ങൾക്ക് അക്കാലത്ത് ഈ പിതാക്കന്മാരുടെ ജ്വലിക്കുന്ന ജീവിത ദൃഷ്ടാന്തങ്ങൾ വഴി സഭാ നേതാക്കന്മാരോട് സഭാ നേതൃത്വത്തിൽ കണ്ണുമടച്ച് വിശ്വസിക്കുമായിരുന്നു. ഇന്ന് അതുകൊണ്ടോന്ന് എനിക്കറിയാൻ മേല. അതിൽ നിങ്ങൾ കേട്ടു. പരിശുദ്ധ പരിമല തിരുമേനി കാലം ചെയ്ത് കഴിഞ്ഞ് 30-ാം അടിയത്തിനും കഴിഞ്ഞൊരു മീറ്റിംഗ് കൂടി പരിമല. അപ്പം മെത്രാന്മാരെ വേണം, ആളുകൾ വേണം. അതിനു വേണ്ടി കൂടി ആലോചനാ യോഗത്തിൽ 2 പേരുടെ പേര് പറഞ്ഞു. പൗലോസ് റമ്പാനും പാടമ്പടി കൂറിലോസ് ആയിത്തീർന്നയാൾ ഗീവർഗീസ് റമ്പാൻ വട്ടശ്ശേരി തിരുമേനി. ഇങ്ങനെ പ്രപ്പോസൽ പറഞ്ഞെങ്കിലും ഇനിയത്തെയാണ് കേൾക്കേണ്ടത്. എങ്കിലും തിരുമേനികൾ തിരഞ്ഞെടുക്കുന്ന ആളുകളെ എല്ലാവർക്കും സമ്മതമാണെന്ന് പറഞ്ഞ് യോഗം പിരിഞ്ഞു. ഇന്നാണ് നടക്കുമോ ഈ കാര്യം? തിരുമേനികൾ തിരഞ്ഞെടുക്കുന്ന ആളുകളെ എല്ലാവർക്കും സമ്മതമാണെന്ന് പറഞ്ഞ് യോഗം പിരിഞ്ഞു. അത്രേ ഞാൻ വായിക്കുന്നുള്ളൂ. അന്നത്തെ ഒരു പൊതുവായ അന്തരീക്ഷത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വായിച്ചതാണ്. അതുപോലെ നമ്മുടെ കാലം ചെയ്ത ഈവാനിയോസ് തിരുമേനി ചില കർക്കശമായിട്ട് പിടിക്കുവാൻ ചിലടത്ത്, ഏത് പള്ളിയിലാന്ന് ഞാൻ ഓർക്കുന്നില്ല, കോഴി വെട്ട് നിരോധിച്ചു. പുതുപ്പള്ളി അല്ല കേട്ടോ. കോഴി വെട്ട് നിരോധിച്ചു, ചാട്ടവും കളിയും നിരോധിച്ചു. ഏതോ ഒരു പള്ളിയിൽ പെരുന്നാളിന് ചെന്ന് അദ്ദേഹം നിരോധിച്ചതാണ്. നാലുനാക്കൽ പള്ളിയിൽ പള്ളിക്കാട് പള്ളിയിൽ ഇവിടെയുള്ളവർ കേട്ടോ, ഇപ്പം അത്ര ഇല്ലായിരിക്കും. പെരുന്നാളിൽ കലഹവും വഴക്കും വർദ്ധിച്ചു കാണുന്നതിനാൽ മേലാൽ പള്ളിയിൽ അപ്പനേർച്ച വേണ്ട എന്ന് നിരോധിക്കുകയും ചെയ്തു. ഇപ്പം അങ്ങനൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. വഴക്കുമില്ല, വക്കാടവും ഇല്ല, കലഹവും ഇല്ല. അതുകൊണ്ട് അപ്പനേർച്ച തുടരട്ടെ. ഇത് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ കണ്ട കാര്യം ഞാൻ വായിച്ചതേ. പ്രതീകാത്മകമായും അല്ലാതെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം മെത്രാൻ സ്ഥാനമേറ്റ് വന്ന കഴിഞ്ഞും കാതോലിക്കാ സ്ഥാനമേറ്റ് കഴിഞ്ഞും 2 സ്ഥലത്ത് വഴി വെട്ടിച്ചു. 1,500 പേരിറങ്ങിയ വഴി. ഒന്ന് ഈ വഴിയാണ്, ഈ പള്ളിയിലോട്ടുള്ള, മറ്റേ കിഴക്കോട്ടുള്ള വഴി. ഈ 2 വഴി എങ്ങനെ അറിഞ്ഞുകൂടാ. മേൽപ്പട്ടക്കാരനായി ഇവിടെ വന്നു കഴിഞ്ഞ് അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞു വഴി വെട്ടണം. കാതോലിക്കായി കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു വഴി വെട്ടണം. ഇങ്ങനെ 2 വഴി മനുഷ്യർക്ക് നടക്കാൻ വേണ്ടി. വ്യാഖ്യാനമൊക്കെ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ, നേരമില്ല. ഈ നടപ്പാത ഉണ്ടാക്കാൻ വേണ്ടി, മനുഷ്യർക്ക് വരാൻ പാത ഉണ്ടാക്കാൻ വേണ്ടി ചിന്തിച്ച് അതിനുവേണ്ടി 1,500 ആളുകളെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് നിസ്സാര കാര്യമല്ല. അന്ന് ഡയറിയിൽ ഒരിടത്ത് കാണുന്നുണ്ട്, ആദ്യമായി ഒരു തിങ്കളാഴ്ച കല്യാണത്തിൽ സംബന്ധിച്ച്. അപ്പം മുമ്പ് തിങ്കളാഴ്ച കല്യാണം ഇല്ലായിരുന്നോ എന്ന് എനിക്കറിയാൻ മേലാൽ ഇങ്ങനെ ഡയറി കാണുന്നുണ്ട്. ആദ്യമായി തിങ്കളാഴ്ച ദിവസത്തെ ഒരു കല്യാണത്തിൽ സംബന്ധിച്ചു എന്ന് കാണുന്നുണ്ട്. ബാക്കി ചരിത്രം അറിയാവുന്നവർക്ക് ഞാൻ വിടുന്നു. ഇങ്ങനൊരു വാചകം ഡയറിയിൽ കണ്ടു. ഒരു പ്രത്യേകത, ഇദ്ദേഹത്തെ മെത്രാപ്പോലിത്ത ആക്കുമ്പോൾ ആ കർമ്മത്തിൽ കാർമ്മികരായി ഒരു പാത്രിയർക്കീസും ഒരു കാതോലിക്കായും ഒരു മലങ്കര മെത്രാപ്പോലിത്തായും പിന്നെ പരിമല തിരുമേനി മെത്രാപ്പോലിത്തായും ഉണ്ടായിരുന്നു. വേറെ ഒരിടത്തും ഇങ്ങനെ നടന്നിട്ടില്ല നമ്മുടെ സഭയിലെങ്കിലും. പാത്രിയർക്കീസുണ്ട് അബ്ദുൽ മിശിഹ, കാതോലിക്കോസുണ്ട് പൗലോസ് പ്രഥമൻ, മലങ്കര മെത്രാപ്പോലിത്ത വാട്ടശ്ശേരി തിരുമേനി, മെത്രാപ്പോലിത്തായിട്ട് പരിമല തിരുമേനി. ഇത്രയും പേരടങ്ങുന്ന സുന്നഹദോസ് ആണ് ഈ പിതാവിനെ മെത്രാപ്പോലിത്താക്കി. വേറെ ആർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? എൻ്റെ അറിവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അസാധാരണമായ ഒത്തിരി കാണുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ. എവിടെ കൽപ്പന അയച്ചാലും ഡയറി എഴുതിയാലും പൊടിപ്പും തൊങ്ങലും ഒന്നുമില്ലാതെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ മാത്രം വർണ്ണനകൾ കൂടാതെ വ്യാഖ്യാനങ്ങൾ കൂടാതെ എഴുതും. അത് അദ്ദേഹത്തിൻ്റെ. ബാക്കി നമുക്ക് ചിന്തിക്കാൻ വിട്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്ത് ചരിത്ര പുരുഷന്മാരായ 2 പേരാണ് ഈ വടക്കും തെക്കും, ഈ തോണോസിൻ്റെ വടക്കും തെക്കുമായിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരുടെ തിരുനാളിൽ ഞാൻ ഈ വേദശാസ്ത്രം ഒന്നും പറയാൻ ശ്രമിക്കുക. ഇത് പറഞ്ഞത്
അവരുടെ ജീവിതം എന്തായിരുന്നു, മനസ്സെന്തായിരുന്നു എന്നറിഞ്ഞത് ഈ തലമുറയ്ക്കും വളരെയധികം പ്രയോജനം ചെയ്യും. നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ റിവാർഡ്, പ്രതിഫലം ചോദിക്കുന്നവരാണ്. അല്ല, എന്തുകൊണ്ട് തന്നില്ല എന്ന് പരാതി പറയുന്നവരാണ്. ഇവിടെ നേരെ മറിച്ചാണ് ഇവർ. അവർ വിയർപ്പൊഴുക്കും സഭയ്ക്ക് വേണ്ടി. ഒരു പ്രതിഫലവും ആഗ്രഹിക്കുകയില്ല, ചോദിക്കുകയില്ല. ഒരു സ്ഥാനത്തിൻ്റെയും പുറകെ പോവുകയില്ല. പിടിച്ചു വാങ്ങിക്കാനോ ക്യാൻവാസ് ചെയ്യാനോ ശ്രമിക്കുകയില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അവർ രത്നങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ അവരെ നെഞ്ചിലേറ്റുന്നെങ്കിൽ ഈ ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ്. കുറേ കാര്യങ്ങൾ അവർക്ക് പഠിക്കാനുണ്ട്. ഈ പിതാക്കന്മാർ 2 പേരും, ഒരാൾ 58-ാമത്തെ വയസ്സിലും ഒരാൾ 54-ാമത്തെ വയസ്സിലും കടന്നുപോയി. വളരെ പെട്ടെന്നൊരു അതേപോലെ മിന്നൽ പോലെ പോയവരാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ 2 പേരും, വലിയ പിതാവും കൊച്ചു പിതാവും, ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചവരാണ്. അവരുടെ ആത്മീക സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് നിൽക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഈ പിതാക്കന്മാരുടെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും.